വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്ന് ഭാരവാഹികൾ. ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കോടതിയുടെ ഉത്തരവ് പ്രകാരം കഴിഞ്ഞ ദിവസം വണ്ടൂർ പോലീസ് 2 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. നേരത്തെ വണ്ടൂർ പോലീസിലും തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും ഒടുവിൽ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സംഘടനയുടെ മുൻ ഭാരവാഹികളായ 2 പേർക്കെതിരെയാണ് പോലീസിൽ പരാതി നൽകിയിരുന്നത്. എന്നാൽ പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി വണ്ടൂരിലെത്തിയപ്പോഴും പരാതി നൽകി. ഇതിലൊന്നും നടപടിയുണ്ടായില്ല. ആരോപണ വിധേയരായ മുൻ ഭാരവാഹികളുടെ രാഷ്ട്രീയ സ്വാധീനമാണ് ഇതിന് കാരണം. ഒടുവിൽ തങ്ങൾ കോടതിയെ സമീപിക്കുകയും പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നുവെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ മഹാരാജ പറഞ്ഞു. 8 മാസം മുമ്പ് ഞങ്ങളൊരു അടിയന്തര ജനറൽ ബോഡി ചേരുകയും ആ ജനറൽ ബോഡിയിൽ വെച്ച് കുറ്റക്കാർക്കെതിരെ അല്ലെങ്കിൽ 2017-2022 കാലഘട്ടത്തിലെ കമ്മിറ്റിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ നിലവിലുള്ള കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും ആ കമ്മിറ്റി വണ്ടൂർ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കുകയും എന്നാൽ അതിന് പ്രത്യേകം പരിഗണനയൊന്നും ലഭിക്കാത്തതുകൊണ്ടും അതിന് നടപടികളൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ വണ്ടൂർ മലപ്പുറം SP-ക്ക് തുടർന്ന് പരാതി നൽകുകയും തുടർന്നും പരിഹാരങ്ങളും നടപടികളും ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ ഇത്രയൊക്കെ ആയിട്ടും പോലീസ് നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. ഈ കേസിലെ നമ്മളെ ആരോപിക്കപ്പെട്ട വ്യക്തികൾ ഉന്നത രാഷ്ട്രീയ സ്വാധീനമുള്ളതായതുകൊണ്ടാവാം ആ നടപടികൾ ഉണ്ടാകാതിരുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. തുടർന്ന് ഞങ്ങൾ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൻ പ്രകാരം നിലവിൽ വണ്ടൂർ പോലീസ് ഈ 2017-22 കാലഘട്ടത്തിലെ കമ്മിറ്റിയിലെ ചിലർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ FIRന്റെ കോപ്പിയാണിത്. വണ്ടൂർ വ്യാപാരി ഭവനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറി യൂസഫ് തെന്നാടൻ, ട്രഷറർ CK മുജീബ്, വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ നാലകത്ത, ജോയിന്റ് സെക്രട്ടറി KT ഫഹദ് എന്നിവരും പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം. മാരനെ കാത്തിരിക്കുന്ന മണവാട്ടിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ. ശുക്രി നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ്സ്, നിയർ ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ.